നമസ്കാരം. ഇന്ത്യൻ വാഹന വിപണിയിൽ ഹാച്ച്ബാക്ക് സെഗ്മെന്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. 2024 നവംബറിൽ ഹാച്ച്ബാക്ക് സെഗ്മെന്റ് മികച്ച വിൽപ്പന കൈവരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. വർദ്ധിച്ചു വരുന്ന SUV ഭ്രമത്തിനിടയിലും ഹാച്ച്ബാക്ക് സെഗ്മെന്റ് വലിയ ഇടർച്ചയില്ലാതെ പിടിച്ചു നിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇത് 2024 നവംബർ മാസത്തിലെ ഹാച്ച്ബാക്ക് വിൽപ്പന കണക്കുകൾ നോക്കാം. 2024 നവംബർ മാസത്തിലെ ആകെ ഹാച്ച്ബാക്ക് വിൽപ്പന 81,551 യൂണിറ്റ് ആയിരുന്നു. 2023 നവംബർ വിറ്റ 85,112 യൂണിറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് 4.18% വാർഷിക ഇടിവാണ്. 2024 ഒക്ടോബറിൽ വിറ്റ 89,369 യൂണിറ്റുകളിൽ നിന്ന് പ്രതിമാസ വിൽപ്പനയും 8.75% കുറഞ്ഞു. മാരുതി സുസുക്കി ഹാച്ച്ബാക്ക് വിഭാഗത്തിൽ മുൻനിര സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. കമ്പനിയുടെ ആദ്യ 4 സ്ഥാനങ്ങളിൽ 4 മോഡലുകളും ആദ്യ 10-ൽ 6 ഹാച്ച്ബാക്കുകളും ഉണ്ടായിരുന്നു. 2024 നവംബറിൽ 16,293 യൂണിറ്റ് വിൽപ്പനയോടെ മാരുതി സുസുക്കി ബലേനോ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഏറ്റവും അധികം വിറ്റഴിഞ്ഞ ഹാച്ച്ബാക്കും ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കാറുമായിരുന്നു ഇത്. 2023 നവംബറിൽ വിറ്റ 12,961 യൂണിറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് 25.71% വർധനയാണ്. നിലവിൽ 19.98% വിപണി വിഹിതമാണ് ബലേനോയ്ക്കുള്ളത്. 2024 ഒക്ടോബറിൽ വിറ്റ 16,082 യൂണിറ്റുകളെ അപേക്ഷിച്ച് ഇത് 1.3% പ്രതിമാസ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. മാരുതി ബലേനോയ്ക്ക് പിന്നാലെ വിൽപ്പനയിൽ 14,737 യൂണിറ്റുകളുമായി മാരുതി സ്വിഫ്റ്റ് ആണുള്ളത്. 3.75% സ്വിഫ്റ്റിന്റെ വാർഷിക വിൽപ്പന ഇടിവ്. 2023 നവംബറിൽ 2024 ഒക്ടോബറിലുമായി യഥാക്രമം 15,311 യൂണിറ്റുകളും 17,536 യൂണിറ്റുകളും വിറ്റിട്ടുണ്ട്. സ്വിഫ്റ്റിന് 18.07% വിപണി വിഹിതമുണ്ട്. ഈ ഹാച്ച്ബാക്ക് ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 3-ാമത്തെ മോഡലാണ് മാരുതി സുസുക്കി വാഗണാർ. 2023 നവംബറിൽ വിറ്റ 16,567 യൂണിറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 13,982 യൂണിറ്റുകളുടെ വിൽപ്പന 15.60% കുറഞ്ഞിട്ടുണ്ട്. മാസാടിസ്ഥാനത്തിൽ വാഗണാർ വിൽപ്പനയിൽ 0.43% വർധനയുണ്ടായിട്ടുണ്ട്. നിലവിൽ 17.15% വിപണി വിഹിതവുമുണ്ട്. മാരുതി ആൾട്ടോയ്ക്ക് പ്രതിവർഷം 7.54%, പ്രതിമാസം 12.65% വിൽപ്പന ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം അതിന്റെ വിൽപ്പന 7,467 യൂണിറ്റായി കുറഞ്ഞു. ഹ്യുണ്ടായി i10 നിയോസിന് കഴിഞ്ഞ മാസം ഡിമാൻഡ് വർദ്ധിച്ചിരുന്നു. വിൽപ്പന 2023 നവംബറിൽ വിറ്റ 4,708 യൂണിറ്റുകളിൽ നിന്ന് 20.37% വർദ്ധിച്ച് 5,667 യൂണിറ്റുകളായി ഉയർന്നിട്ടുണ്ട്. എങ്കിലും 2024 ഒക്ടോബറിൽ വിറ്റ 6,235 യൂണിറ്റുകളെ അപേക്ഷിച്ച് അതിന്റെ പ്രതിമാസ വിൽപ്പന 9.11% കുറഞ്ഞിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ടാറ്റ ടിയാഗോ അല്ലെങ്കിൽ EV കഴിഞ്ഞ മാസം 5,319 യൂണിറ്റുകൾ വിറ്റഴിച്ചു. പ്രതിവർഷം 3.43% ഇടിവാണ്. എന്നാൽ പ്രതിമാസം 13.61% വർധനവും ടിയാഗോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2024 നവംബറിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഹാച്ച്ബാക്കുകളുടെ പട്ടികയിൽ ഹ്യുണ്ടായി i20, ടൊയോട്ട ഗ്ലാൻസ, മാരുതി സെലേറിയോ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. i20, ഗ്ലാൻസ എന്നിവയുടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്. 2023 നവംബറിൽ വിറ്റ 2,215 യൂണിറ്റുകളെ അപേക്ഷിച്ച് 7.40% വളർച്ചയോടെ സെലേറിയോ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചു. കഴിഞ്ഞ മാസം 2,283 യൂണിറ്റ് വിൽപ്പനയോടെ മാരുതി എക്സ്പ്രസോയ്ക്കും ആവശ്യക്കാരുണ്ടായിരുന്നു. 2024 നവംബറിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഹാച്ച്ബാക്കുകളുടെ പട്ടികയിൽ ഏറ്റവും താഴെയുള്ളത് മാരുതി ഇഗ്നിസ് ആണ്. എന്നാൽ ഇതിന്റെ പ്രതിവർഷ വിൽപ്പന കണക്കുകൾ 32.71% വർദ്ധിച്ച് 2,203 യൂണിറ്റുകളായി. 2023 നവംബറിൽ 1,660 യൂണിറ്റുകൾ വിറ്റു. 2024 ഒക്ടോബറിലെ വിൽപ്പന 2,663 യൂണിറ്റിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 2,083 യൂണിറ്റുകളുടെ വിൽപ്പനയുമായി ടാറ്റ ആൾട്രോസ് ഹാച്ച്ബാക്ക് വിഭാഗത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വർഷാവർഷം 57.96% ഇടിവും പ്രതിമാസം 21.16% ഇടിവുമാണ് ഉണ്ടായത്. MG കോമറ്റ് EV, റെനോ ക്വിഡ്, സിട്രോൺ C3 തുടങ്ങിയവ ഡിമാൻഡിൽ കുത്തനെ ഇടിവ് നേരിട്ടപ്പോൾ സിട്രോൺ C3 EVക്ക് 2024 നവംബറിൽ ഡിമാൻഡ് 3 ഇരട്ടിയായി 61 യൂണിറ്റായി ഉയർന്നിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം ഇതേ മാസം വിറ്റ 18 യൂണിറ്റുകളിൽ നിന്ന് 238.89% വർധനവുണ്ടായി.